നമസ്കാരം. ബന്ദിമോചനത്തിന് ഹമാസുമായി കരാർ വേണമെന്നാവശ്യപ്പെട്ട് ടെൽ-അവീവിൽ കൂറ്റൻ റാലി നടത്തുകയാണ്. ബന്ദികളെ കൊലയ്ക്ക് കൊടുക്കാൻ നെതന്യാഹുവിനെ അനുവദിക്കില്ലെന്നാണ് പ്രക്ഷോഭകർ ഓർമ്മിപ്പിക്കുന്നത്. റിസർവ് സൈനികരിൽ ചിലരും റാലിയിൽ പങ്കെടുത്തിരുന്നു. തമ്മിൽ വെടിനിർത്തലിനുള്ള നീക്കം തുടരുന്നതായി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രയേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ ഇന്നലെ 28 പേരാണ് കൊല്ലപ്പെട്ടത്. ഹമാസ് ചെറുത്തുനിൽപ്പിൽ 7 സൈനികർക്ക് പരിക്കേറ്റതായും ഇസ്രയേൽ അറിയിച്ചിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായുള്ള ആശയവിനിമയം നിർത്തിയതായി കഴിഞ്ഞ ദിവസം ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. സ്വന്തം നേട്ടത്തിനു വേണ്ടി തന്നെ ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കിയതിനാലാണ് ട്രംപ് ഇത്തരമൊരു തീരുമാനമെടുത്തതെന്ന് ഇസ്രയേൽ ആർമി റേഡിയോയുടെ ലേഖകൻ യാനിർ കോസിനും എക്സിൽ കുറിച്ചിരുന്നു. നെതന്യാഹുവിനെ ഉൾപ്പെടുത്താതെ മിഡിൽ ഈസ്റ്റ് വിഷയങ്ങളിൽ മുന്നോട്ടു പോകാനാണ് ട്രംപ് ഉദ്ദേശിക്കുന്നതെന്നും കോസിൻ കുറിപ്പിൽ പറയുന്നുണ്ട്. ഇറാനെയും യമനിലെ ഹൂത്തികളെയും സംബന്ധിച്ച് വ്യക്തമായ ഒരു പദ്ധതിയും സമയക്രമവും അവതരിപ്പിക്കുന്നതിൽ ഇസ്രയേൽ സർക്കാർ പരാജയപ്പെട്ടത് US-ഇസ്രയേൽ ബന്ധം വഷളാകാനുള്ള കാരണമായും കോസിൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഗസയെക്കുറിച്ച് വ്യക്തമായ ഒരു നിർദ്ദേശം നൽകുന്നതിൽ നെതന്യാഹു സർക്കാർ പരാജയപ്പെട്ടതും ഇരുവരും തമ്മിലുള്ള ബന്ധം വഷളാകുന്നത് പങ്കുവച്ചിട്ടുണ്ട്. ഇരുഭാഗത്തു നിന്നും ഇതുവരെ ഔദ്യോഗിക പ്രതികരണം ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും വലതുപക്ഷ ഇസ്രയേൽ മാധ്യമം ഇസ്രയേൽ ഹായോം വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റ് വിഷയത്തിൽ ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നെതന്യാഹു കാലതാമസം വരുത്തുകയാണെന്ന് ട്രംപ് വിശ്വസിക്കുന്നുണ്ട്. ഇക്കാരണത്താൽ ഇസ്രയേൽ പ്രതീക്ഷിച്ചതുപോലെ പ്രവർത്തിക്കുന്നതുവരെ കാത്തിരിക്കാൻ US പ്രസിഡന്റ് തയ്യാറല്ലാത്തതിനാൽ അദ്ദേഹത്തെ കൂടാതെ മുന്നോട്ടു പോകാനാണ് തീരുമാനിച്ചത്. സൗദി അറേബ്യയുമായുള്ള ഒരു കരാറിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതിൽ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ കാലതാമസമാണ് മിഡിൽ ഈസ്റ്റ് വിഷയത്തിൽ ഒറ്റയ്ക്ക് മുന്നോട്ടു പോകാൻ ട്രംപിനെ പ്രേരിപ്പിച്ചതെന്നാണ് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തത്. യമനിൽ ഹൂത്തികളുമായി അമേരിക്ക വെടിനിർത്തൽ കരാറിൽ എത്തിയതും ഏപ്രിലിൽ US-ഇറാൻ ആണവ ചർച്ചകൾ ആരംഭിച്ചതും ഇസ്രയേൽ ഉദ്യോഗസ്ഥരെ പ്രകോപിപ്പിച്ചിട്ടുണ്ടെന്നും ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് പറയുന്നുണ്ട്. അതേസമയം മാസത്തിലേറെയായുള്ള ഇസ്രയേൽ ഉപരോധം മൂലം ഗസയിലെ ഭക്ഷ്യക്ഷാമത്തെയും കൊടിയ പട്ടിണിയെയും കുറിച്ചുള്ള മുന്നറിയിപ്പുകൾക്കിടയിൽ UK ലോയേഴ്സ് ഫോർ ഇസ്രയേൽ നടത്തിയ ക്രൂരമായ അധിക്ഷേപത്തെ പലസ്തീൻ സോളിഡാരിറ്റി ക്യാമ്പയിൻ ശക്തമായി അപലപിച്ചിരുന്നു. ഇസ്രയേൽ ഗാസയിൽ ആക്രമണം ആരംഭിച്ചതിനു ശേഷം മരിച്ചവരുടെ എണ്ണം 52,000-ലധികമാണെന്ന് ഗസ ആരോഗ്യ അധികൃതർ പറയുന്നുണ്ട്. യുദ്ധത്തിന്റെ ആദ്യ 12 മാസങ്ങളിൽ ഗസയിലെ ആയുർദൈർഘ്യം 34.9 വർഷം കുറഞ്ഞതായി ഒരു പ്രത്യേക പഠനത്തിൽ ലാൻസെറ്റ് കണ്ടെത്തി. യുദ്ധത്തിനു മുമ്പുള്ള 75.5 വർഷത്തെ അപേക്ഷിച്ച് പകുതിയോളമാണിത്.